എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് മിളക് ബജിയാണ്. അതിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. മിളക് ബജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് ഇതുപോലത്തെ 2 കപ്പ് കടലമാവാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഞാനതിലേക്ക് 4 പച്ചമുളക്, ഇത് ആവശ്യത്തിന് എരിവുള്ള മുളകാണ്, അതും ഒരു 10 ചെറുള്ളിയും കൂടിയിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാനത് ഇവിടെ ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച്, അധികം വേണ്ട, കായം പൊടി ചേർത്ത് കൊടുക്കാം. അധികമായി ഉണ്ടെങ്കിൽ ഒരു കനപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ കുറച്ച് മതി, അത് ഒരു നുള്ളൊക്കെ മതി. പിന്നെ ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില നുറുക്കി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് കട്ടി മതി. കുറച്ചേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബാറ്റർ തയ്യാറാക്കുക. എന്നിട്ട് നമുക്ക് ഇത്ര കട്ടി വേണം, അധികം ലൂസാവാനും പാടില്ല. എന്നിട്ട് നമ്മൾ അവസാനമായിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മാവൊന്ന് വെറുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ചിരുന്ന വെള്ളമാണ്, അതിലേക്ക് നമ്മൾ ഈ മിളക് കീറിയിട്ട് അതിൻ്റെ കുരു കളഞ്ഞ് നമുക്കിതിലേക്ക് ഓരോന്നായിട്ട്, നല്ല തിളപ്പിച്ച വെള്ളമാണ്, അത് നമുക്കിങ്ങനെ മിളക് കീറിയിട്ട് ഇതിലെ ഉള്ളിലെ അരി എടുത്ത് കളയാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കണം. അപ്പോൾ അതൊന്ന് വാടി കിട്ടും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം, നല്ല തിളപ്പിച്ച വെള്ളമാണ്, അത് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഈ മുളകിൻ്റെ അരി കളഞ്ഞിട്ട് അതിൽ ഇട്ട് വയ്ക്കാം. അപ്പം നമ്മുടെ ഇവിടെ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മുങ്ങിക്കിടക്കണ ആവശ്യത്തിനുള്ള ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിളക് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടത്. അതിലേക്ക് നമുക്ക് ഈ മിശ്രിതം നിറച്ചതിന് ശേഷം നമുക്ക് മുക്കി പൊരിക്കാം. ഇതങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് മുക്കി പൊരിക്കാം. അപ്പോൾ നമ്മൾ ഒരു ബ്രൗൺ, അധികം മൊരിയാൻ നിൽക്കണ്ട, അധികം കരിഞ്ഞ കളറാവണ്ട, ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ പാകം മതിയായിരിക്കും. അപ്പോൾ നമുക്കത് കോരി മാറ്റാം. ഞാൻ 2 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 ബജിമുളക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ബാറ്റർ തിക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ ബാറ്റർ ലൂസാണെങ്കിൽ നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. അതിനനുസരിച്ച് നമ്മുടെ ഉപ്പിൻ്റെ അളവൊക്കെ നമുക്ക് ഇത്തിരി കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ഓൾ എന്നൊരു ഓപ്ഷൻ ബെൽ വരും. അപ്പോൾ അത് ഞെക്കിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കിട്ടുകയുള്ളൂ.